നാടിൻ്റെ ഇന്നത്തെ അത്യന്തം വേദനാജനകമായ അവസ്ഥ, ഭൂമിയില്ലാത്തവരുടെ നിലവിളി, അത് വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പത്മകുമാറിന് അഭിനന്ദനം. എല്ലാവരും അവരവരുടെ പങ്ക് വളരെ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇത്രമാത്രം സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയം, പ്രത്യേകിച്ചും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട മണ്ണിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ പ്രൊമോഷനിൽ പറയുന്നത് പോലെ ഹൂ ഓൺസ് ദി എർത്ത്, ആരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് ഏറ്റവും നെഞ്ചിൽ തട്ടുന്നൊരു ചോദ്യമാണ് ഇത് സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയധികം വില കൊടുക്കേണ്ട ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സിനിമ കണ്ടിട്ട് സിനിമയാണ് നാം കണ്ടത് എന്ന് നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മളതിന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നും വളരെ സജീവമായൊരു വിഷയത്തിലേക്കുള്ളൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. ഡെവലപ്മെൻറ്റ് ഒരുപാടുണ്ടെങ്കിലും ശരിക്ക് ഒന്ന് തലചായ്ക്കാൻ പോലും ഇടമില്ലാത്ത കുറേ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഷെയ്ഡ് അത് കാണിക്കുന്നത്, അത് വളരെ നന്നായിട്ട്, വളരെ ലൈഫുണ്ടായിരുന്നു പടത്തിനകത്ത്. അതാണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം ഞാനൊരു ന്യൂ കമറാണ്. അപ്പം ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ജലം പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയം അങ്ങനെ ഒരു സിനിമയിൽ ഭാഗമാകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം, ഭാഗ്യമുള്ളൊരു കാര്യമാണ്. സർ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഓൾറെഡി നമ്മുടെ ഓസ്കർ കൺവെൻഷൻ ലിസ്റ്റിൽ നമ്മുടെ ജലത്തിൻ്റെ സോങ്സ് എല്ലാം എൻട്രി ആയിട്ടുണ്ട് ഡാമിന് ശേഷം. അപ്പോൾ എന്ത് തോന്നുന്നു സാർ? തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ഇത്തരം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി എടുത്തിട്ടുള്ളൊരു പടം, അതിന് ഒരുപാട് കൺസ്ട്രെയിൻ, നമ്മൾ വളരെ ബഡ്ജറ്റായിട്ടും ഒരുപാട്, എന്നാൽ നല്ലൊരു സബ്ജക്റ്റ് നമുക്ക് പുറത്തു കൊണ്ടുവരണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും ഇതിനു വേണ്ടിയിട്ട് ഒരുമ്പെട്ടത്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ സാധിച്ചു, അത് തന്നെ വളരെ തൃപ്തിയാണ്. കൂടെ ഈ ഓസ്കാറിൻ്റെ ഒരു സെലക്ഷനും കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇരട്ടി മധുരമാണത്. ഇതിനകത്തൊരു ശരിക്കും ഒരു സൊസൈറ്റിക്ക് ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന, വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം പരിഗണിക്കേണ്ട ഒരു സാമൂഹ്യ വിഷയം അവതരിപ്പിക്കുന്നൊരു സിനിമയാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപ ലാഭം കിട്ടുന്നതും അത് ആ ഒരു കോസ്റ്റിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ലാഭം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം കോസ്റ്റ് കുറയ്ക്കണം, ഏറ്റവും മിനിമം കോസ്റ്റ്. ഈവൻ ആർഭാടങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ എല്ലാ ആർഭാടം ഒഴിവാക്കണം. ടെക്നോളജിയിലെ ആർഭാടങ്ങൾ നമ്മൾ കഴിവതും അതിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കോംപ്രമൈസിൽ നമ്മൾ ചെല്ലണം. പരസ്യ കോലാഹലങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കരുത്. അതേസമയം ജനങ്ങളിലേക്ക് ഈ സിനിമ എത്തണം. അപ്പം ക്രിയേറ്റീവായിട്ടുള്ള ബ്രാൻഡിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഒരു ഓസ്കാറിൻ്റെ തലത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതൊരു വേൾഡ് മൂവി ആയിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ചലഞ്ചസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് പോലും ഓസ്കാറിലേക്ക് ഒരു ചിത്രം എത്തുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ, വളരെ ബോൾഡായിട്ടുള്ള സിനിമകൾ, താരപ്പൊലിമയില്ലാത്ത സിനിമകൾ ചെയ്യാൻ ഇന്ന് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നമുക്കൊരു നിർമ്മാതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പത്മകുമാർ ഇതിനകത്ത് വളരെയധികം അങ്ങനെയുള്ള കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീ സോഹൻ റോയ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാതാവായിട്ട് അദ്ദേഹം ഇതിന് പണം മുടക്കാൻ കാണിച്ചു എന്നുള്ളത് ഇത്തരത്തിലുള്ള നല്ല സിനിമകളുടെ കാലം മലയാള സിനിമയിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്ഥിരം ഒരു കൊമേഴ്ഷ്യൽ ചാനലിൽ നിന്ന് വിട്ടിട്ട് വേറൊരു സിനിമ ഇന്ന് ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. പിന്നെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന, ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കാൻ തയ്യാറുള്ള, ഇത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറുള്ള കുറേ ക്രൂ ആർട്ടിസ്റ്റുകളെല്ലാം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത്തരമൊരു സിനിമയെ പറ്റി ആലോചിച്ചു. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ അത് ഓസ്കാർ പടിവാതിലെത്തി നിൽക്കുന്നു. എന്താണ് സാറിൻ്റെ പ്രതീക്ഷകൾ? ഓസ്കാറിൻ്റെ പടിവാതിക്കൽ എത്തി തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കുന്നു. അത് കയറാൻ പറ്റിയാൽ അത് എനിക്കല്ല, എന്നെ സംബന്ധിച്ചല്ല, മലയാള സിനിമയെ സംബന്ധിച്ചും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചും അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഏതായാലും ഇതുവരെ എത്താൻ കഴിഞ്ഞ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടും നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു.